ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 2 തരത്തിലുള്ള കറികളാണ് കാണിക്കുന്നത്. മാങ്ങ ചേർത്തിട്ടുള്ള അയിലക്കറിയും മുട്ട ചേർത്തിട്ടുള്ള മുള്ളങ്കി ഉപ്പേരിയും. കണ്ണൂർ സ്റ്റൈലിലുള്ള 2 തരത്തിലുള്ള കറികളാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം കറികളാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. അയില നന്നായി കഴുകി മുറിച്ചെടുക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെയായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. മാങ്ങ ഒരു വലിയ മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. കൂടുതൽ പുളി അതിനില്ല, അതുകൊണ്ട് വലിയൊരു മാങ്ങ തന്നെ. മാങ്ങയുടെ ഇതിനനുസരിച്ച് പുളി അതിൻ്റെ പകുതിയായിട്ടും അങ്ങനെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന അയില ഇടാം. മീൻകറിയിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. നന്നായി ഒതുക്കും. മീൻകറി നന്നായി തിളക്കുന്നുണ്ട്. ഇത് പച്ചമുളക് ഇഞ്ചിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇതിനി ഇറക്കി വെക്കാം. കുറച്ചും കൂടി കരിവേപ്പില ഇടാം. കരിവേപ്പില ഇടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാകും കറിക്ക്. ഇതിനി കറി മാറ്റി വെക്കാം. എത്ര പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കാൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നാടൻ മീൻകറിയാണിത്. മാങ്ങയിട്ട അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ണൂർ സ്റ്റൈലിലുള്ള മാങ്ങാക്കറിയാണ് ഇത്. ഇനി അടുത്തത് ഒരു തോരൻ ഉണ്ടാക്കാം. റാഡിഷ്, മുള്ളങ്കിയും മുട്ടയും ഇട്ടിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. റാഡിഷ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ടിടാം. റാഡിഷിനെ വറുത്തെടുക്കാം. ഇനി മുള്ളങ്കി തോരൻ ഉണ്ടാക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന റാഡിഷ് ഇതിലിടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക. നന്നായി എല്ലാം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ വെള്ളം വരും. ഇതിലേക്ക് ഇനി തേങ്ങ ചേർക്കാം. റാഡിഷ് തോരനായിട്ടുണ്ട്. അതിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് എളുപ്പപ്പണിക്കാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറെ വറുത്തിട്ടും ഇതിൻ്റെ അകത്ത് ഇടാം മുട്ട. പക്ഷേ ഇത് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. മുട്ടയും ശരിക്കായിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പൊതുവേ കുട്ടികൾക്ക് വെജിറ്റബിൾ കഴിക്കാൻ മടിയായിരിക്കും. പക്ഷെ മുട്ട ചേർത്ത് ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ അറിയാതെ ഈ വെജിറ്റബിളും എല്ലാം അങ്ങ് കഴിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനുമാണിത്.
ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. മുള്ളങ്കി മുട്ടത്തോരനും റെഡി ആയിട്ടുണ്ട്. മാങ്ങയിട്ട മീൻകറിയും മുള്ളങ്കി മുട്ടത്തോരനുമാണ് ഇന്നത്തെ കറികൾ. ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോറ് വിളമ്പ, റാഡിഷ് തോരൻ, മാങ്ങയിട്ട മീൻകറി, അയല ഫ്രൈ. വളരെ സിമ്പിളായിട്ടുള്ള 2 കറികളാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഡിഷും മുട്ടത്തോരനും അതുപോലെ തന്നെ മാങ്ങയിട്ട അയല മീൻകറിയും. ഈ 2 കറികളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.